ഒറ്റ മകൻ മാത്രമുള്ള കുടുംബമായതിനാൽ ദൈവവേലയ്ക്ക് പോകണം എന്ന് ബ്രദർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷമം തോന്നിയോ? അതിനെ എങ്ങനെ അതിജീവിച്ചു? വിഷമമൊന്നും തോന്നിയില്ല. പിന്നെ ഒരു മകനെ ഉള്ളെന്നുള്ള ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷമ്മാച്ചനോട് ചോദിച്ചപ്പം ഷമ്മാച്ചൻ പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടായത്. ഒരു മകനേ ഉള്ളൂ, നാളെ രാവിലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഈ മകൻ മരിച്ചു പോയാൽ നിങ്ങളെന്താ മാതാപിതാക്കളാ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. സത്യമല്ലേ ചോദിച്ചത്? ദൈവവേലയ്ക്കാണല്ലോ പോകുന്നത്, വേറെ നശിച്ച ഒരു വഴിയിലേക്കല്ലല്ലോ പോകുന്നത്. അത് നമുക്ക് ജീവിതത്തിൽ വലിയ ഒരു ആശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അതിന് പോകാനായിട്ട് സന്മനസ്സായത്. പിന്നെ അതിനേക്കാളുപരി ഇത് ഒരു ദൈവവിളിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തെ വലിയൊരു സന്തോഷത്തിലേക്ക് നയിക്കാനിടയായിരുന്നു. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത്. കാരണം ഒറ്റ മകനെ ഉള്ളെങ്കിലും ചമാശൻ പറഞ്ഞത് അമ്മി വിഷമിക്കുമൊന്നും വേണം, അമ്മയ്ക്ക് 2 പെമ്പിള്ളാരില്ലേ. പക്ഷെ അതൊന്നും ഞാൻ അവൾക്ക് ദൈവവേലയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ സന്തോഷത്തോടു കൂടി ആ വാക്കിനെ സ്വീകരിച്ചു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മകൻ ഒരു വലിയ സമ്മാനമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കാരണം വൈദികനാകുക എന്നുള്ളത് ദൈവവിളി മാത്രമാണ്. നമ്മുടെ ആഗ്രഹം പ്രകാരം പോയാൽ പോലും ചിലപ്പോൾ സാധിക്കാതെ വന്നത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയത്. ചെറുപ്പം മുതൽ കുടുംബത്തിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൈവവിളിയിലേക്കുള്ള യാത്രയിൽ സഹായകമായോ? എങ്ങനെയായിരുന്നു കുടുംബ പ്രാർത്ഥനയിലൊക്കെയുള്ള ബ്രദറിന്റെ സാന്നിധ്യം? ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ MCAയിലായിരുന്ന കാലത്താണ് ഞങ്ങളുടെ 2 പേരുടെയും കല്യാണം നടന്നത്. അന്ന് മുതൽ പള്ളിയായിട്ട് ഞങ്ങൾ സജീവ പ്രവർത്തനത്തിൽ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളുണ്ടായപ്പോഴും അവരെയും ആയിട്ടും ഞങ്ങൾ MCAയും പള്ളിയുമായിട്ടുള്ള ജീവിത രീതിയായിരുന്നു. അപ്പോൾ അത് കണ്ടാണ് ഞങ്ങളുടെ ഈ 3 മക്കളും വളർന്നത്. അപ്പോൾ ഇവിടെ സത്യത്തിൽ പറഞ്ഞാൽ ഈ പള്ളിയിലാണ് അവരെ ഓരോരുത്തരെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയതും ഒക്കെ. അപ്പം ആ പള്ളിയുടെ പ്രവർത്തനവും പള്ളിയും വൈദികരും സിസ്റ്റേഴ്സും അൽമായരും MCA അംഗങ്ങളും സൺഡേ സ്കൂൾ അംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ആത്മീയ ബന്ധം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ദൈവത്തിൻ്റെയോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങളുടെ മക്കളും വളർന്നു വന്നത് ആ ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറഞ്ഞ് ദൈവത്തെ കൊടുക്കാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് ദൈവത്തെ കൊടുക്കാൻ സാധിച്ചതുകൊണ്ട് അവരിൽ ആ ദൈവവിളിയുടെ ഒരു അംശമുണ്ടായി. ദൈവം അവരെ ആ രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തിനൊരു സന്തോഷമാകട്ടെ എന്ന് തന്നെ ദൈവം തന്ന ഒരു സമ്മാനമായിട്ടാണ് ഈ ദൈവവിളിയെ ഞങ്ങൾ കരുതാറ്. അബ്ബഹായിലൊക്കെ ആണെങ്കിലും ചെറുപ്പം മുതലേ കയറുകയും അവിടെ ശുശ്രൂഷ ചെയ്യുകയും അച്ഛന്മാർ വന്നാലും അവരോടൊക്കെ വളരെ സ്നേഹമായിട്ട് പെരുമാറുകയും അവർക്കൊക്കെ വളരെ കാര്യമായിരുന്നു. അച്ഛമ്മച്ചനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കൂടുതലായിട്ട് അച്ഛന്മാരും ഒക്കെയായിട്ടും പ്രവർത്തിക്കുകയും സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ കൂടുകയും പള്ളിയിൽ പോവുകയും സൺഡേ സ്കൂൾ പഠിക്കുകയും ഒക്കെ നല്ലതായിട്ട് നല്ല രീതിയിൽ തന്നെ ശാന്തമായ ഒരു സ്വഭാവമായിരുന്നു. ആരോടും ഒരു മറുത്തൊരു അക്ഷരം പറയാത്തൊരു സ്വഭാവമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്വഭാവമായിരുന്നു. അതിലൂടെയൊക്കെയാണ് അവൻ കൂടുതലായിട്ടും ഇങ്ങനെ ദൈവവിളിക്കും പോകുവാനുള്ള കൃപയും അനുഗ്രഹവും ദൈവം കൊടുത്തത്. ബ്രദർ ദൈവവിളിക്കായി പോയതിനു ശേഷം എങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയത്? എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ ബ്രദറിനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കും. പിന്നെ ഞാനിപ്പോൾ പാമ്പാടിയിലെ കുർബാനയ്ക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ബലിയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രദറിൻ്റെ അമ്മ മുത്തുമ്മേൻ എന്നൊക്കെ പ്രാർത്ഥിക്കും. കരലിനകത്തൊക്കെ നിന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഒരു വർഷം ഈ ബ്രദർ പോകുന്ന കാലം മുതലേ നോയമ്പും ഉപവാസവും എല്ലാ ബ്രദറിൻ്റെ അമ്മ എടുക്കാറുണ്ട്. ഒറ്റ നോയമ്പ് പോലും വിടാതെ എല്ലാ നോയമ്പും പൂർണ്ണമായിട്ട് എടുക്കാറുണ്ട്. എനിക്ക് കുറച്ചൊക്കെ സാധിക്കുന്നുണ്ട്, കുറച്ചൊക്കെ എന്നെ കൊണ്ട് സാധിക്കാതെ. പ്രാർത്ഥനയിലെല്ലാം എപ്പോഴും ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് ബ്രദറിന് വേണ്ടി എന്നല്ല, നമ്മുടെ വൈദികർക്ക് വേണ്ടിയും തമാശന്മാർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ വൈദിക പട്ടം അടുത്ത് വന്നപ്പോഴത്തേനും പള്ളിയിൽ നിന്നാണേലും ബ്രദറിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന അതെല്ലാ സന്ധ്യാപ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. കൂടുതലായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ടും എല്ലാം ഉണ്ട്. പള്ളിയിൽ നിന്നാണേലും ഒക്കെ എല്ലാ മനുഷ്യരും എല്ലാം ഞങ്ങളുടെ ഇടവക ജനം മുഴുവനും തീർച്ചയായിട്ടും നല്ല പ്രാർത്ഥനയോടുകൂടി അമ്മമാരാണേലും ജപമാല ചൊല്ലുകയും ഞാനാണേലും എപ്പോഴാണേലും ചമ്മാച്ചൻ വിളിക്കുമ്പോഴൊക്കെ പറയും പ്രാർത്ഥിക്കണം മമ്മി. പ്രത്യേകിച്ച് ഒരു പരീക്ഷ വന്നാൽ പോലും
അമ്മയെ പ്രാർത്ഥിക്കണമെന്ന് പറയും. തീർച്ചയായിട്ടും ഞാൻ ഒത്തിരിയും സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഒരു തിരിച്ചുവരവ് നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദൈവത്തോട് കൂടുതലായിട്ടും മാതാവിനോടാണ് ഞാൻ കൂടുതലായിട്ട് അപേക്ഷിക്കുന്നത്. എനിക്ക് അമ്മയോട് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഒത്തിരിയും പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥന, ഒത്തിരി പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഈ സൗഭാഗ്യത്തിന് അന്ത്യം വരെയും നല്ലൊരു വൈദികനായി ജീവിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട് 2014 ഷമ്മാശൻ പോകുന്നു സെമിനാരിൽ പോകുന്നത്. ആ വർഷത്തെ പരീക്ഷ ഞാൻ അന്നേരം കുവൈറ്റിലാണ് ജോലി ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ചാപ്പലുണ്ട്, വിദ്യാരാണ് ചാപ്പലുണ്ട് അവിടെ. അപ്പോൾ പരീക്ഷയുടെ അന്ന് രാവിലെ ഞാൻ ലീവ് എടുത്ത് അവിടെ പോയിരുന്നു. പരീക്ഷ തീരുന്നവരെ ഈ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചതാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയെ കൊണ്ടുണ്ടായത്. അതൊക്കെ വലിയ അനുഗ്രഹമായിട്ടാണ്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വൈദികൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനുമുള്ള വലിയ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന ഈ സമയത്ത് എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. അതിലുപരി ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ എന്നെ മുന്നോട്ട് നടത്തിയത് എന്നോർക്കുമ്പോൾ സന്തോഷത്തിലുപരിയായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും അധികമായിട്ട് പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം. അതുതന്നെയാണ് എൻ്റെ ദൈവവിളിയുടെ പിന്നിലുള്ള ഘടകം. എല്ലാ ജീവിതാന്തസ്സിലേക്കും ഈശോ തന്നെയാണ് മനുഷ്യനെ വിളിക്കുന്നതെങ്കിലും പൗരോഹിത്യവും സന്യാസവുമൊക്കെ സ്വീകരിക്കുന്നത് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രമായവരാണല്ലോ. സെമിനാരിയിലേക്ക് പോകുവാൻ പ്രത്യേകമായി സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടോ? തീർച്ചയായിട്ടും സ്വാധീനിച്ച വ്യക്തികൾ എൻ്റെ ദൈവവിളിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ ഏറെ വൈകിയാണ്. കാരണം സെമിനാരിയിലേക്ക് സാധാരണ ശമാശന്മാർ പോവുക 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ +2-ന് ശേഷമാണ്. എൻ്റേത് തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സ്വാധീനിച്ച വ്യക്തികൾ ഏറെയാണ്. അതിലെടുത്തു പറയേണ്ട 2 വ്യക്തികൾ, ഒന്ന് എൻ്റെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് കോശി തെക്കേമണ്ണിൽ അച്ഛനാണ്. അതുപോലെ തന്നെ എൻ്റെ +2 മതബോധന അധ്യാപികയായിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ സിൻസി SIC ആണ്. ഇവർ രണ്ടുപേരും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവവിളിയിൽ, എൻ്റെ ചിന്തകളിൽ, എന്നെ അതിനോട് കൂടുതൽ അടുപ്പിക്കുന്നതിൽ ഒക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവരെ തന്ന ഒരു പ്രചോദനവും അവരുടെ പ്രാർത്ഥനയും സഹകരണവും സ്നേഹവും ഒക്കെയാണ് എന്നെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക്, ദൈവിക ചിന്തകളിലേക്ക് എന്നെ അടുപ്പിച്ചത്. അതൊരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ ദൈവവിളി. വൈദികനാകാനുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരാൻ ഏതെങ്കിലും തിരുവചനമോ പുസ്തകങ്ങളോ മറ്റോ സഹായകമായോ? ഞാൻ 10ാം ക്ലാസ് വരെ മതബോധനം പൂർത്തിയാക്കിയതിന് ശേഷം +1 +2 സമയത്ത് എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയൊരു ബുക്കാണ് ക്രിസ്തു സാദൃശ്യത്തിലേക്ക് തുടങ്ങുന്ന ഹെഡിങ്ങുള്ള നമ്മുടെ മതബോധനം. അതിൽ വിവിധ ദൈവവിളികളെ പറ്റി ഉള്ളൊരു ചാപ്റ്ററുണ്ട്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കറിയാം. ആ ചാപ്റ്ററിലെ ഒരു ചെറിയ പോർഷനാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. അത് ഞാൻ എൻ്റെ ഈ ദേവാലയത്തിൻ്റെ പരിസരത്തിരുന്നതിനാണ് പഠിപ്പിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സിസ്റ്ററാണ്, അധ്യാപികയായിരുന്നു എൻ്റെ സിസ്റ്റർ. ഇങ്ങനെ ഒരു ദൈവവിളിയെ പറ്റി, വിവിധ ജീവിത അന്തസ്സുകളെ പറ്റി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഈ പൗരോഹിത്യം എന്ന ജീവിത അന്തസ്സിനെ പറ്റിയുള്ള ഒരു ചിന്തയും അതിനോട് കൂടുതൽ താല്പര്യം തോന്നുകയും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഒക്കെ താല്പര്യം തോന്നുന്നു. ആ ദിവസങ്ങളിൽ ഇടക്കുർബാനകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഞാൻ വികാരിച്ചനായിരുന്ന പൊസിഷനോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും അച്ഛൻ എന്നോട് കൂടുതൽ ദൈവവിളിയെപ്പറ്റി സംസാരിക്കുകയും ഈ പൗരോഹിത്യ എന്ന ജീവിതം എന്താണ്, അതിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ എന്നോട് സംസാരിക്കുകയും ഈ വിളിയുടെ മഹിമയെപ്പറ്റി ഒക്കെ എന്നോട് സംസാരിക്കുകയുണ്ടായി. അതിന് പ്രകാരമാണ് ഞാൻ വീട്ടിൽ ഈ കാര്യം അവതരിപ്പിക്കുകയും ദൈവവിളിയിലേക്ക് അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇഷ്ടമുണ്ട് എന്ന് വീട്ടിലറിയിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ സ്വാധീനിച്ചൊരു പുസ്തകം എന്നത് നമ്മുടെ മതബോധന ഗ്രന്ഥം തന്നെയാണ്. ക്രിസ്തു സാദൃശ്യത്തിലേക്കെന്ന, അതായത് ക്രിസ്തുവിൻ്റെ സാദൃശ്യം നമ്മൾ ആർജിച്ചെടുക്കുക. ഓൾട്ടർ ക്രിസ്തുസ് എന്ന ആ ഒരു സംഹിതയൊക്കെ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് ഇത് തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുസ്തകം നമ്മുടെ മതബോധന ഗ്രന്ഥം തന്നെയാണ്. വീണ്ടും രണ്ടാമത് എന്നെ സ്വാധീനിച്ചൊരു വാക്യം, ബൈബിൾ വാക്യം എന്ന് പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യം.
ഈ വാക്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. കാരണം നമ്മുടെ യോഗ്യതകളെ പറ്റി ചിന്തിക്കുമ്പോൾ അത് ദൈവകരുണയിലാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ഈ അവസ്ഥയിലായിരിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് എനിക്ക് കടന്നു വരാനായിട്ട് കൂടുതൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സ്വാധീനിച്ചൊരു ബൈബിൾ വചനം അല്ലെങ്കിൽ വാക്യം എന്ന് പറയുന്നത് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് എന്നുള്ള ഈ പൗലോസ്ലീഹായുടെ ലേഖനത്തിലുള്ള വാക്യമാണ്. വൈദികനാകാൻ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ സെമിനാരിയിലെ പരിശീലനം വലിയ പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. സെമിനാരി ലൈഫിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സെമിനാരി ലൈഫ് ആദ്യമൊന്നും എനിക്ക് യാതൊരുവിധ പരിചയമില്ലാത്തൊരു ലൈഫാണ്. നമ്മൾ അച്ഛന്മാരുടെ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്, ജീവിത രീതികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് സെമിനാരിയിലെ ഒരു പരിശീലനവും അവിടുത്തെ ജീവിതമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഒരു വൈദികനെ രൂപപ്പെടുത്തുന്നതിൽ സെമിനാരി പരിശീലനം വഹിക്കുന്ന പങ്ക് വളരെയേറെ വലുതാണ്. കാരണം 12 നമുക്ക് മറ്റ് സഭകളെക്കാൾ ഉപരിയായിട്ട് നമുക്ക് 12 വർഷത്തോളം നീണ്ട ഒരു പരിശീലനമാണ് ആവശ്യമാണ്. ഈ കാലയളവിൽ ഒരു വ്യക്തിയുടെ ബൗദ്ധിക തലങ്ങളിലും ആത്മീയ തലങ്ങളിലും അതുപോലെ മാനുഷിക തലങ്ങളിലും വിദ്യാഭ്യാസ തലങ്ങളിലും വരുത്തുന്ന മാറ്റങ്ങൾ വളരെയേറെ വ്യത്യസ്തമാണ്. കാരണം ഒരു വൈദികൻ ഇറങ്ങി പുറപ്പെടുന്നത് അല്ലെങ്കിൽ അവൻ വർക്ക് ചെയ്യേണ്ട മേഖല എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ തന്നെയാണ്. അപ്പോൾ അവനെ സ്വാധീനിക്കുന്ന എല്ലാ മേഖലകളും, മനുഷ്യനെ സ്വാധീനിക്കുന്ന എല്ലാ മേഖലകളിലും ഒരു വ്യത്യസ്തമായ പരിശീലനവും അതിലുപരിയായിട്ട് ദൈവിക സ്നേഹം പങ്കുവയ്ക്കുവാൻ ഉതകുന്നതായ പരിശീലനമാണ് സെമിനാരിയിൽ ലഭിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ലേറ്റ് വൊക്കേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ ഒരു പുതുമയായിട്ടാണ് ആദ്യത്തെ മൈനസ് സെമിനാരിൻ്റെ സമയത്ത് എനിക്ക് ഒരു തോന്നിയിരുന്നതും പിന്നീട് അങ്ങോട്ട് ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. നിങ്ങൾ സഭയിലുള്ളവർക്ക് അത് അത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ 4 നേരവും പ്രാർത്ഥിക്കുന്നു, എല്ലാ സമയവും ആത്മീയമായ കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, പഠന കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, സഭാപരമായ അല്ലെങ്കിൽ ആരാധനക്രമപരമായ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. ഇവയെല്ലാം തന്നെയും ഒരു വ്യക്തിയുടെ ഭൗതിക ആത്മീയ തലങ്ങളിലെല്ലാം മാനുഷികമായ തലങ്ങളിലെല്ലാം തന്നെയും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സെമിനാരിലെ പരിശീലനം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലയളവ് എന്ന് പറയുന്നത് മൈനസ് സെമിനാരിലെ കാലയളവാണ്. ഏത് വൈദികനോട് ചോദിച്ചാലും ആ വൈദികൻ പറയുക മൈനസ് സെമിനാരിയിലെ കാലയളവ് തന്നെയായിരിക്കും. സെമിനാരി പരിശീലന കാലയളവ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാലയളവാണ്. കാരണം ഈ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ സെമിനാരിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് സെമിനാരി മിസ് ചെയ്യുന്നൊരു കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിക്കുന്നത് ഒരു സമൂഹത്തിൽ എങ്ങനെ സന്തോഷകരമായി ജീവിക്കാം, അല്ലെങ്കിൽ സ്നേഹത്തോടെയും പങ്കുവയ്ക്കലിൻ്റെ ഒരനുഭവത്തോടു കൂടി എങ്ങനെ ജീവിക്കാം എന്നുള്ളത് സെമിനാരിയിൽ നിന്നാണ് ലഭിക്കുക. അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രം ലഭിക്കുന്ന ഒരു സന്തോഷമാണ്. അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് ഏറെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് സഹോദരങ്ങൾ തമ്മിൽ എൻ്റെ സഹോദരനായിട്ട് കൂടെയുള്ള ഒരു സഹോദരനെ കാണുവാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് സെമിനാരിയിലാണ് എന്ന് ഞാൻ പറയും. കാരണം അതുപോലെ ഉള്ള ഒരു പരിശീലനമാണ് നമുക്ക് ലഭിക്കുക. സെമിനാരിയിലെ പരിശീലനം എന്നെ സ്വാധീനിച്ചിടത്തോളം മറ്റൊന്നും തന്നെയും എന്നെ ഈ ദൈവവിളിയിൽ സ്വാധീനിച്ചിട്ടില്ല. സെമിനാരിയിലെ പരിശീലന ഘട്ടത്തിലൂടെ ജീവിതത്തിലുണ്ടായ വലിയൊരു മാറ്റമുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വലിയൊരു മാറ്റം മാനുഷികമായ ഒരു തലത്തിൽ നിന്നും ആത്മീയമായ ഒരു തലത്തിലേക്കുള്ളൊരു മാറ്റമാണ്. കാരണം ഞാൻ ജീവിച്ചിരുന്നൊരു വ്യത്യസ്തമായൊരു ജീവിത രീതിയിൽ നിന്നും കൂടുതൽ ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ജീവിതം, അപ്രകാരം ഒരു ജീവിതത്തിലേക്കുള്ള മാറ്റമാണ്, സമൂലമായൊരു മാറ്റം. അതുതന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമെന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല. ഈ ദൈവവിളി എന്ന് പറയുമ്പോൾ പൗരോഹിത്യ ജീവിതം ഏറെ വ്യത്യസ്തമാണ് സാധാരണ ജീവിതത്തെക്കാൾ ഉപരിയായിട്ട്. അപ്പോൾ അങ്ങനൊരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ സമൂലമായൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് പരമായ സത്യം തന്നെയാണ്. അതാണ് എന്നെ ഈ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റം, മാനുഷികമായ തലത്തിൽ നിന്ന് ആത്മീയമായ തലത്തിലേക്കുള്ള മാറ്റം, അതുതന്നെയാണ് മാറ്റം. നമുക്ക് പുറത്തുള്ളതുപോലെ നല്ല സൗഹൃദങ്ങൾ ഒക്കെ സൃഷ്ടിക്കാനുള്ള അവസരം സെമിനാരി ലൈഫിലുണ്ടോ? അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഈ ലൈഫിൽ 12 വർഷക്കാലം നമുക്ക് കിട്ടുന്ന സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് വലിയ
സൗഹൃദങ്ങളാണ്. അത് നാം സാധാരണ കരുതുന്നത് പോലെ നമ്മുടെ ക്ലാസ്മേറ്റ്സ് മാത്രമല്ല, അല്ലെങ്കിൽ ബാച്ച്മേറ്റ്സ് മാത്രമല്ല, സീനിയറായിട്ടുള്ള വൈദികർ, ജൂനിയറായിട്ടുള്ള വൈദികർ, സീനിയർ ഷമ്മാശന്മാർ, ജൂനിയർ ഷമ്മാശന്മാർ. അപ്പോൾ ഈ ഒരു കൊയിനോണിയ, അത് വത്തിക്കാൻ സെക്കൻഡ് കൗൺസിൽ പറയുന്നത് പോലെ കമ്മ്യൂണിയൻ വിത്ത് ദ ഫാദേഴ്സ്, ആ ഒരു കമ്മ്യൂണിയനിലേക്കാണ് നമ്മളും ചെന്ന് കയറുക, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിയൻ തന്നെയാണ് നമ്മളായിരിക്കുക. വൈദികർ തമ്മിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് അതാണ് കത്തോലിക്ക സഭയുടെ ഒരു നട്ടെല്ല് എന്ന് ഞാൻ പറയും. കാരണം ആ ഒരു നട്ടെല്ലിൻ്റെ പുറത്താണ്, വൈദികരുടെ കൂട്ടായ്മയിലാണ് സഭാഗാത്രം മുഴുവനുമായിട്ടും നിലകൊള്ളുന്നത്, സഭാഗാത്രം മുഴുവനുമായിട്ടും സസ്റ്റെയിൻ ചെയ്യുന്നതും ആ ഒരു കമ്മ്യൂണിയനിലാണ്. അപ്പം ഈ ഒരു കമ്മ്യൂണിയനിലേക്ക് കടന്നു വരാൻ പറ്റിയത് തന്നെ ഒരു സന്തോഷമുള്ളതാണ്. വൈദികരുടെ കൂട്ടായ്മ എന്ന് അവരൊത്തുകൂടുമ്പോഴുള്ള ഒരു സന്തോഷം, നിങ്ങൾ ഏത് വൈദികനോട് ചോദിച്ചാലും മതി, ആ വൈദികനോട് സന്തോഷമാണോ ഈ ജീവിതം എന്ന് ചോദിച്ചാൽ വൈദികൻ ഒരിക്കലും ഒരു പുരോഹിതൻ അങ്ങനെ തിരിച്ചു പറയില്ല, സന്തോഷമുള്ളൊരു ജീവിതമാണ്. ആ സന്തോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെ വൈദികർ തമ്മിലുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ ആ കൂട്ടായ്മയിലേക്കാണ് ഞാനും കടന്നു വന്നത്. ആ കൂട്ടായ്മയിലേക്കുള്ള പരിശീലനമാണ് ഈ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഞങ്ങളെ ഫോം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ തമ്മിൽ ഉള്ള സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ, കയ്യിലുള്ള വസ്തുക്കൾ പങ്കുവയ്ക്കൽ, ഒരു അപകടം വരുമ്പോഴുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ശാരീരികമായ ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട് വരുമ്പോഴുള്ള ഒരു പങ്കുവയ്ക്കൽ, എനിക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ റൂമിനടുത്തുള്ള, അല്ലെങ്കിൽ എൻ്റെ എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു വൈദികൻ അല്ലെങ്കിൽ വൈദിക വിദ്യാർത്ഥിയോടായിരിക്കും ഞാനിത് പങ്കുവയ്ക്കുക. അത് ജൂനിയർ ആയാലും ശരി, സീനിയർ ആയാലും ശരി. നമ്മളങ്ങനെ ജൂനിയർ സീനിയേഴ്സ് അങ്ങനെയുള്ളൊരു ഒരു സംഹിതയൊന്നും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു പങ്കുവയ്ക്കൽ, ആ ഒരു സ്നേഹബന്ധം തുടർന്നുകൊണ്ട് പോകാനായിട്ട് ഈ കഴിഞ്ഞ കാലയളവിൽ മൊത്തം എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എപ്പോഴും സന്തോഷിച്ച് മുഖത്തൊരു ചിരി കൊണ്ട് നടക്കുന്നതായതുകൊണ്ട് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. കുറേ അധികം സൗഹൃദങ്ങൾ, അത് ഞാൻ മിഷൻ ചെയ്ത എൻ്റെ തമലം ഇടവകയിലാണെങ്കിലും അവിടെ ഒരുപാട് MCOM സുഹൃത്തുക്കളെ എന്നോട് ചേർത്ത് നിർത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കൂടുതൽ നൽകുന്ന ഒരു കാര്യമാണ്. ആ ഒരു കൂട്ടായ്മ നമ്മുടെ ഇടവകളിലൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. വൈദികരോടുള്ള ഒരു സ്നേഹബന്ധമാണ് ഒരു വ്യക്തിയെ കൂടുതൽ സഭയോട് അടുപ്പിക്കുന്നത്. ആ ബന്ധത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് ആണ് ഞാൻ ചുവട് വയ്ക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്ക്, ഉത്തമ ബോധ്യം എനിക്കുണ്ട്. സന്തോഷമാണ്. അതിലുപരിയായിട്ട് ഇത്രയും സൗഹൃദങ്ങൾ ലഭിച്ചത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹബന്ധത്തിലാണ് ഞാൻ തുടരുന്നത് എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. ആത്മീയമായ വളർച്ചയ്ക്കൊപ്പം നമുക്ക് മറ്റുള്ള കഴിവുകളും സെമിനാരിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അതിന് ലഭിക്കുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും മറ്റു കഴിവുകൾ, ഒരു വ്യക്തിയുടെ മറ്റു കഴിവുകൾ സെമിനാരിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഓരോ വ്യക്തിയുടെയും ജീവിത രീതികൾ വ്യത്യസ്തമാണ്, കടന്നു വന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ആ വ്യക്തിക്ക് ലഭിച്ച ദൈവവിളി വ്യത്യസ്തമാണ്. അപ്പോൾ ദൈവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇടപെടുന്നത് വ്യത്യസ്തങ്ങളായ തലങ്ങളിലാണ്, വ്യത്യസ്തങ്ങളായ രീതികളാണ്. അപ്പോൾ എനിക്ക് ലഭിച്ച ദൈവവിളിയുടെ അടിസ്ഥാനപരമായ ഒരു സാഹചര്യമോ രീതിയോ ആയിരിക്കുകയില്ല മറ്റൊരു പൗരത്വത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുക. അപ്പോൾ ഉറപ്പായും അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികളിലാണ് ദൈവവിളി ലഭിച്ചതെങ്കിൽ വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള അല്ലെങ്കിൽ കുറവുകളോ ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഓരോ പൗരത്വത്തിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തിയും. അപ്പോൾ അതിനനുസരിച്ച് ആ വ്യക്തിയുടെ പൗരത്വത്തിൻ്റെ ഉതകുന്നതായ അല്ലെങ്കിൽ ആവശ്യകമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അത് വളർത്തിയെടുക്കുവാനും സെമിനാരി പരിശീലനം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരുപാട് ഗായകർ, അതുപോലെ മറ്റു പല കഴിവുകളുള്ള ശാസ്ത്രീയപരമായ സയൻറ്റിസ്റ്റ് ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കറിയാം ബിഗ് ബാങ് തിയറിയൊക്കെ കണ്ടുപിടിച്ചത് ഒരു വൈദികനാണെന്നുള്ളൊരു സത്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ മറ്റ് കഴിവുകൾ പ്രകടിപ്പിക്കുവാനായിട്ട് അവസരവും അതുപോലെ തന്നെ അത് വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യവും സെമിനാരി പരിശീലനത്തെ കാലഘട്ടത്തിൽ ലഭിക്കാറുണ്ട്. ഇഷ്ടംപോലെ പ്ലേയേഴ്സുണ്ട്, അതുപോലെ കായിക, സാംസ്കാരിക തലങ്ങളിലൊക്കെയും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള കഴിവുകളുള്ള വ്യക്തികൾ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് സെമിനാരിയിലെ പരിശീലനത്തിലൂടെയാണ്. അതിന് സെമിനാരി പരിശീലനം ഒരു വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പൗരോഹിത്യത്തിലേക്കുള്ള യാത്രയിൽ മാതാപിതാക്കൾ വഹിച്ച പങ്ക് എന്തായിരുന്നു? അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പൗരോഹിത്യത്തിലേക്കുള്ള വഴിയിൽ
മാതാപിതാക്കളുടെ പങ്ക്, എൻ്റെ പപ്പ പണ്ട് മുതലേ എന്നെ സെമിനാരിയിൽ ചേർക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പപ്പയുടെ ചെറുപ്പത്തിൽ സെമിനാരിൽ ചേരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജീവിതത്തിലെ സാഹചര്യങ്ങളാണല്ലോ, അത് വ്യത്യസ്തങ്ങളായ രീതിയിലേക്ക് മാറുമ്പോൾ ഒരു കാരണവശാൽ നമ്മൾ ഈ തീരുമാനത്തിൽ നിന്ന് മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെ ഞാൻ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് കടന്നു വന്നിട്ടില്ല. സെമിനാരിൽ പോകണമെന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷേ +2 കഴിഞ്ഞുള്ള കാലഘട്ടം അതെന്നെ ഞാൻ പറഞ്ഞതുപോലെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ സമയത്താണ് ഞാൻ മതബോധന ക്ലാസ്സിലെ +2 കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്കൊരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടും പൗരോഹിത്യ ജീവിതത്തെ പറ്റിയുള്ള പുതിയ ദർശനങ്ങളും ലഭിക്കുന്നതും. അതുകൊണ്ട് തന്നെ അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിന് ജോലി സംബന്ധമായ കാര്യങ്ങളിലായിട്ട് കുറച്ച് യാത്ര ചെയ്യേണ്ടി വന്നു. ഈ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ആ സമയത്ത് നമ്മുടെ ഇടവകയുടെ വികാരിയായിരുന്ന വർഗീസ് കോശി തെക്കേമണ്ണിൽ എന്ന അച്ഛനുമായിട്ട് ഒരുപാട് കൂടുതൽ അടുത്തിടപഴകാനും അതിൽ അച്ഛനോട് കൂടുതൽ വൈകാരികമായൊരു ബന്ധം പുലർത്തുവാനായിട്ടും സാധിച്ചത്. പലരും പറയാറുണ്ട്, ദൈവവിളി എന്നത് ഒരു മൊമെൻറ്റിൽ ദൈവം നമ്മെ ഫോണിൽ കുത്തി വിളിക്കുന്ന പോലെയല്ല. പക്ഷേ അതിലുപരിയായിട്ട് ദൈവം മറ്റു പല വ്യക്തികളിലൂടെ അല്ലെങ്കിൽ പല വ്യക്തികളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു കാര്യമാണ് എന്ന് പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ഇടപെട്ട 2 വ്യക്തികളുടെ പേരാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. അതിലൊരാളാണ് വികാരിച്ചനായിരുന്ന വർഗീസ് കോശിയച്ചൻ്റെ ഒരു സ്വാധീനം എന്നെ ഒരുപാട് എൻ്റെ ദൈവവിളിയിൽ അത് മനസ്സിലാക്കുവാനായിട്ടും അതിനനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാനായിട്ടും ജീവിതത്തെ മാറ്റിവിടുവാനായിട്ടും എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. മാതാപിതാക്കളുടെ പങ്കിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു അവസരത്തിൽ, അതായത് ഞാൻ ഒരു ലേറ്റ് വൊക്കേഷൻ ആണെന്നുള്ളത് സത്യമാണ്. ആ അവസരത്തിൽ ഒറ്റ മകനാണ്. മാതാപിതാക്കൾക്ക് വേണ്ടുന്നതായ കടമകൾ ഞാൻ ചെയ്തു കൊടുക്കേണ്ടതായ കടമകളുണ്ട്. അവർക്ക് ആവശ്യമായ സാഹചര്യങ്ങളുണ്ട്. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ നോക്കേണ്ടുന്നതായ ഒരു സാഹചര്യങ്ങളുണ്ട്. വീടിൻ്റെ ബാധ്യതകൾ, കടബാധ്യതകൾ, അങ്ങനെ ഒരു വീടിൻ്റെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് ഒരു 20ാം വയസ്സിലൊരു യുവാവ് ആ വീട്ടിൽ നിന്നും പൗരോഹിത്യ ജീവിതത്തിലേക്ക് പോകുന്നത്. അത് വീട് വിട്ടിറങ്ങുന്നതിന് തുല്യമാണ്. പക്ഷേ ദൈവിക കാര്യങ്ങളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ദൈവം നമ്മുടെ വീടിനെ തുണച്ചുകൊള്ളും എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നോടൊരു വൈദികൻ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ എന്നോട് പങ്കുവെച്ചൊരു കാര്യമാണിത്. നീ ദൈവിക കാര്യങ്ങൾക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവം നിൻ്റെ വീടിനെ കാത്തുകൊള്ളുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ 12 വർഷക്കാലം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എനിക്ക് ബോധ്യമായ ഒരു കാര്യമാണ്. മാതാപിതാക്കൾ അതിനോട് ചേർന്ന് നിന്നു. ഞാൻ പറഞ്ഞ മാത്രയിൽ തന്നെ അവർ ഇതിന് ഒരു എതിരും പറയാതെ, അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു, പപ്പയോട് പറഞ്ഞപ്പോൾ പപ്പായ്ക്ക് 100 സന്തോഷം. അപ്പോൾ അത്രയും സന്തോഷത്തോടു കൂടി തന്നെയാണ് അവരും ഇത് സ്വീകരിച്ചത്. അവരും ഈ കാലയളവിൽ ഒരു പരാതി പോലും പറയാതെ, ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോട്ടമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ഒരു രീതിയിൽ എന്നോട് പെരുമാറിയിട്ടില്ല. എന്നോട് കൂടുതൽ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. ഒരു മകന് വേണ്ടുന്നതായ അല്ലെങ്കിൽ ആവശ്യമായ സ്നേഹം ഒരു നിമിഷത്തിൽ പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായും എനിക്ക് നൽകിക്കൊണ്ടാണ് അവരെന്നോട് ഈ കാലയളവിൽ അത്രയും എന്നോട് സ്നേഹം കാണിച്ചിട്ടുള്ളത്. ഇനിയും ആ സ്നേഹം എന്നോട് കൂടെ ഉണ്ടാവുമെന്ന്, അതാണ് എന്നെ ബലപ്പെടുത്തുന്നതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വൈദികനാകാനും സിസ്റ്ററാകാനും ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളോട് ഷമ്മാസിന് എന്താണ് പറയാനുള്ളത്? വൈദികനാകാനും സിസ്റ്ററാകാനും എന്നും സഭ പ്രോത്സാഹനം കൊടുത്തിട്ടേ ഉള്ളൂ. സഭയോട് ചേർന്ന് നിൽക്കുവാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം. കാരണം ഈ ദൈവവിളിയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ഈ ദൈവവിളിയെ തള്ളിപ്പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവവിളിയിലേക്ക് കൂടുതൽ വ്യക്തികളെ അടുപ്പിക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ ഒരു പങ്കുവയ്ക്കലിലേക്ക്, ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 43 വർഷങ്ങൾ നമ്മൾ പിന്നിട്ടു. സഭയുടെ ഗാത്രത്തോട് ചേർന്നിട്ട് 43 വർഷങ്ങൾ നമ്മൾ പിന്നിടുകയാണ്. ഈ കാലയളവിൽ ഒരുപാട് പേര് സെമിനാരിലേക്ക് വരുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. എന്നാൽ അത് പൂർത്തിയാക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഞാൻ മാത്രമല്ല, ഓരോരുത്തർക്കുള്ള ദൈവവിളി എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിരിക്കും. എനിക്ക് പൗരോഹിത്യത്തിലേക്കാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വിവാഹത്തിലേക്കുള്ള ദൈവവിളി, ഒരു വ്യക്തിക്ക് ഏകാന്ത ജീവിതത്തിലേക്കുള്ള വിളിയായിരിക്കും.
അപ്പോൾ എല്ലാം ദൈവവിളികളാണെന്നുള്ള ഒരു സത്യം നാം മനസ്സിലാക്കണം. പൗരോഹിത്യം എന്നത് മാത്രമല്ല ദൈവവിളി, വിവാഹ ജീവിതവും ഏകാന്ത ജീവിതവും സന്യാസ ജീവിതവും ഒക്കെയും ദൈവവിളി തന്നെയാണ്. അപ്പോൾ ദൈവവിളികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അന്നും ഇന്നും പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുവാനായിട്ടും സന്യാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടും എല്ലാവരും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സഭ ഒന്നടങ്കം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞാനും സഭയോട് ചേർന്ന് നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. എൻ്റെ ഇടവകയിലുള്ള കുഞ്ഞുങ്ങളെ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി ഞാൻ ആഗ്രഹിക്കുക. ഞാനിത് ഈ കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ എന്നോട് കുറേ വൈദികർ പറഞ്ഞു, കുഴപ്പമില്ലടാ, നീ ഒന്ന് അച്ഛനായി കഴിയുമ്പോൾ നിൻ്റെ ആ ഒരു പുത്തൻ കുർബാനയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും കുറേ കുഞ്ഞുങ്ങൾക്ക് ഇതിനോട് താല്പര്യം തോന്നും. ആ ഒരു വിശ്വാസം എനിക്ക്, ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കൂടുതൽ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ദൈവസ്നേഹം മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൻ്റെ വെളി എന്താണ് എന്നുള്ളത് ആ ഒരു കൃത്യമായ ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ദൈവവിളി എന്താണ്, എന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധമായ കുദാശകളൊക്കെ, കുമ്പസാരവും കുർബാനയും ബാക്കിയുള്ള കുദാശകളൊക്കെ. അപ്പോൾ ഈ കുദാശകളിലൊക്കെ സജീവമായൊരു പങ്കാളിത്തം നൽകിയാൽ തന്നെ നമുക്ക് ദൈവവിളിയിലെ അല്ലെങ്കിൽ എന്നെപ്പറ്റിയുള്ള ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ എന്നും ബൈബിൾ വചനങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക, വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉദാത്തമായൊരു കാര്യം. വചനം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തോട് സംസാരിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സംസാരം, ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നും ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനായിട്ട് അവന് കൂടുതൽ സഹായകമായിരിക്കും ഈ ബൈബിൾ വായന. അപ്പോൾ എന്നും ബൈബിൾ വായിക്കാനായിട്ടും കുഞ്ഞുങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ പറ്റിയുള്ള ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവം തന്നെ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തരട്ടെ. താങ്ക് യു.